മക്കളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ഒരു ക്യാരറ്റ് പോളയാണ്. ക്യാരറ്റ് പോള പറഞ്ഞാൽ ചിലവർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാം. ഉണ്ടാക്കാൻ അറിയാത്ത മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരികയാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. അതിനു വേണ്ടി ഞാനൊരു 1/4 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസിൽ ക്യാരറ്റ്, വലുതാണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വാലും തലയൊക്കെ ഒന്ന് മുറിക്കാം. മുറിച്ചിട്ട് ഒന്ന് ചിരണ്ടി എടുക്കാം. ഇതിപ്പോൾ ചിരണ്ടിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഈ രീതിയിലൊക്കെ മുറിച്ചാൽ മതി കേട്ടോ. നമുക്കിത് പുഴുങ്ങിയെടുക്കാനുള്ളതാ. അപ്പം ഇച്ചിരി വലുതായാലും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതിലൊരു 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് ഇനി നമുക്കിതിനെ ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. മക്കളെ ഇപ്പം നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ട് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് പോണത് വരെ ഇറക്കി വെക്കാം. മക്കളെ നമുക്കിനി ക്യാരറ്റിനെ കോരിയെടുക്കാം. ഇതിന് ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അങ്ങനെ നമ്മുടെ ക്യാരറ്റിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് ഒരു 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്കിനി ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ആദ്യം ഇടാത്ത എന്താന്ന് ചോദിച്ചാൽ പാൽപ്പൊടി കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് ആദ്യം ഇടാതെ ഒന്ന് അരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. 3 4 5. ഇനി ഇത് ഒരുപാടൊന്നും അരയ്ക്കണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ പാൽപ്പൊടിയും കൂടി വെച്ച് നന്നായിട്ട് അരച്ച് പാൽപ്പൊടിയൊക്കെ അതിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ മക്കളെ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ഷേപ്പുള്ള പാത്രമാണ്. ഇതിൽ വെച്ച് വേവിക്കുമ്പോൾ നല്ല ഷേപ്പിൽ, നല്ല റൗണ്ടിൽ, നല്ല ഭംഗിയിൽ വരും. ഇത് വെക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത്. മറ്റുള്ള പാത്രങ്ങളിൽ വെച്ചാൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. നമുക്കിനി ഇത് അടുപ്പത്തൊക്കാം. ഇനി പാത്രത്തിൽ കുറച്ച് നെയ്യ് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. എല്ലായിടത്തും നടുക്കും ഈ സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം. അപ്പം എല്ലായിടത്തും നെയ്യ് പെട്ടിട്ടുണ്ട്. മക്കളെ ഇത് നന്നായിട്ട് ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിനി അരച്ചു കൊണ്ടുവന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഷേപ്പാക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം.
മക്കളെ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ നല്ല തീ വെച്ച് പാത്രത്തെ ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തീ വെച്ചിട്ട് വേണം കത്തിച്ചു കൊടുക്കാൻ. അതില്ലെങ്കിൽ അടി കരിയും ചെയ്യും, മേൽഭാഗം വേഗത്തുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ തീയിൽ കത്തിച്ചു കൊടുക്കാൻ കേട്ടോ. മക്കളെ ഇതൊന്ന് തിളച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ചൂടായിട്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലേശം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നല്ല ഇതിൽ വെച്ച് കൊടുക്കാം. ഇത് ഇപ്പോൾ വെച്ച് കൊടുക്കണ എന്താ ചോദിച്ചാൽ ഇത് ഒഴിച്ച ഉടനെ വെച്ച് കൊടുത്താൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ളിൽ ഇറങ്ങിപ്പോവും. ഇത് ഇപ്പോൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ലേശം മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം, ഉണക്ക മുന്തിരി. ഇനി ഇത് മൂടി വെച്ചിട്ട് ഫുള്ളായിട്ട് ആവണ വരെ വേവിച്ചെടുക്കാം. മക്കളെ ഇപ്പം നമ്മുടെ ക്യാരറ്റ് പൊളച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഈർക്കിലി വെച്ച് കുത്തി നോക്കാം. ഇതാ ഈർക്കിലി. അയ്യവ കണ്ടില്ലേ, ഒരു നനവും ഇല്ല. നമ്മുടെ ക്യാരറ്റ് പോള സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. മക്കളെ എനിക്കിത് വേവാൻ 15 മിനിറ്റ് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കണമല്ലോ, അതിൻ്റെ കനം കൂടുതലിനനുസരിച്ച് വേവിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഈർക്കിൽ കൊണ്ട് കുത്തി നോക്കിയല്ലോ, ആ കുത്തി നോക്കുമ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് വേവിച്ച് വേണം എടുക്കാൻ. മക്കളെ ഇത് കണ്ടില്ലേ, ഒന്ന് ചൂടാറിയപ്പോൾ നല്ല ചുങ്ങി ഇളകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡൊക്കെ ഇളകിക്കണത് കണ്ടില്ലേ, ചൂടാറിയിക്കണത്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം. ആദ്യം ഇത് നമുക്ക് ഒന്ന് കയ്യിൽ കൊട്ടിയെടുക്കാം. കൊട്ടട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, അടി ഒന്നും കരിഞ്ഞിട്ടില്ല, നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതാ മക്കളെ, അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോലെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. പതുക്കെ എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ പൊട്ടിപ്പോവേ. കണ്ടില്ലേ, അയ്യവ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ക്യാരറ്റ് പോള. എവിടെ മട ക്യാരറ്റ് പോള എടുത്തിരുന്നു വേണ്ട, ഞാൻ തന്നെ തിന്നോളാം. എങ്ങനെയുണ്ട്? വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് പാകത്തിന്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും ഒന്നുപോലെ ഇഷ്ടമുള്ള സാധനമാണ്. ഷുഗർ കൂടുതലുള്ളവർ മധുരം കുറച്ചിട്ടാൽ മതിയേ. ഇതിനേക്കാളും പകുതി മധുരം കുറച്ചിട്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ക്യാരറ്റ് വേവിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ 15 മിനിറ്റ് വേവിക്കുന്ന ടൈമും ഇതാ പറയുമ്പോഴത്തേക്കും ആവും. കുട്ടികൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് പോലെ റെഡിയാവും. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.